ഹായ്, അപ്പം നമുക്കിന്ന് ഇഫ്താറിന് നല്ല ഡിലീഷ്യസും ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ്, ബദാം, പിസ്ത, നട്ട്സ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം. അപ്പം നമുക്കിവിടെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഗ്രീൻ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. പിന്നീട് ബ്ലാക്ക് ഗ്രേപ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വാട്ടർമെലൺ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ശേഷം ഒരു ആപ്പിള്, പിന്നെ മസ്റ്റായിട്ട് വേണ്ടുള്ളത് പഴമാണ്. അതാരും മറക്കരുത്. ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ ഒരു കൊഴുപ്പൊക്കെ കിട്ടണമെങ്കിൽ പഴം ചേർക്കണം. ശേഷം നമുക്ക് നേരത്തെ തന്നെ കുതിർത്ത് വെച്ച ചിയാ സീഡ് കൂടി ആഡ് ചെയ്യാം. ചിയാ സീഡ് ആഡ് ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ ഒരു എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഒരു ക്ഷീണം മാറുന്നതിനും പിന്നെ നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്കൊരു അതിൻ്റെ ഒരു തരികൾ തട്ടുമ്പോൾ ഒരു നല്ലൊരു ഫീലായിരിക്കും കേട്ടോ. ശേഷം ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. മെയിൻ താരമാണ് ഫ്രഷ് ക്രീം. ഈ ഒരു ഫ്രഷ് ക്രീം വരുമ്പോഴാണ് ശരിക്കുള്ള രുചി വരുന്നത് ഫ്രൂട്ട് സലാഡിന്. ശേഷം മധുരത്തിനായിട്ട് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും കൂടി ചേരുമ്പോഴാണ് നല്ല ടേസ്റ്റി ആവുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കിത് കുറച്ച് നേരം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു തണുപ്പോടുകൂടി കഴിക്കുമ്പം നല്ല ടേസ്റ്റിയാണ്.